Bhagavad Gita twice daily. If you have more tension, read a full chapter. Then, Dattan has an excitingly good news for you. The fuel leak has been controlled. Everything has started to go smoothly. Oh, excellent. The fuel filling is completed. Now we are waiting for the weather clearance. Wonderful, Dattan. Wonderful. നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടാവില്ലേ എന്താണ് ഈ വീഡിയോ ക്ലിപ്പ് എന്നുള്ളത്? അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള നന്ദകുമാർ രാജ സാർ ഇതിനു മുമ്പേ ഒരു ഗംഭീരമായിട്ടുള്ള അനുഭവം ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ട് അയച്ചു തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ വീഡിയോയിൽ അദ്ദേഹമുണ്ട്, ബാക്കിയുള്ളത് ഞാൻ പറയാം. ആദ്യം സ്വപ്നത്തിലൂടെ കടന്ന് യാഥാർത്ഥ്യമായ ആ ഒരു അനുഭവ കഥ കേട്ടാലോ. എൻ്റെ ഈശ്വരാനുഭവ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്നാണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഗംഭീരമാണ് കേട്ടോ. എൻ്റെ ഒരു അനുഭവം ഇവിടെ കുറിക്കട്ടെ. ഗൾഫ് ജീവിതത്തിലെ വീണ് കിട്ടിയ അനുഗ്രഹമായിരുന്നു എല്ലാ മാസവും 30 വ്യാഴാഴ്ചകളിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ തിരുനടയിൽ നമസ്കരിച്ച് ശയനപ്രദക്ഷിണവും ചെയ്ത് തൊഴുത് ഞായറാഴ്ചകളിൽ തിരിച്ചു ജോലിക്ക് കയറുക എന്നത്. പലപ്പോഴും 30 വ്യാഴാഴ്ചകളിൽ വന്നെത്താൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ മറ്റേതെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ തന്നെ അധികപക്ഷവും വരുവാനൊത്തിരുന്നു. ഒരു സാധാരണ ഇലക്ട്രോ മെക്കാനിക്കൽ സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ 60-ാം തീയതി, 90-ാം തീയതി, 120-ാം തീയതിയോ മാത്രം 4 അക്ക ശമ്പളം കിട്ടിയിരുന്ന എനിക്ക് ആ ഇടയിൽ ബ്രിട്ടീഷ് കമ്പനിയിൽ ആഴ്ചയിൽ 5 ദിവസം മാത്രം ജോലിയോടെ 5 അക്ക ശമ്പളം കിട്ടിയതും ഗുരുവായൂരപ്പൻ്റെ കനിഞ്ഞ അനുഗ്രഹം കൊണ്ട് മാത്രമെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ദുബായിലെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് എന്ന പ്രൊജക്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗ റെസിഡന്റ് എഞ്ചിനീയറായി ജോലി. ആ സമയത്ത് ആ പ്രൊജക്ട് 4ആയി തിരിച്ചിരുന്നത്. ഭൂമി, വെള്ളം, തീയ്, കാറ്റ് എന്നിങ്ങനെയായിരുന്നു. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എർത്ത് കോഴ്സിനെയും ഫയർ കോഴ്സിനെയും മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. എപ്പോഴോ ആലോചിച്ചിരുന്നപ്പോൾ പഞ്ചഭൂതത്തിലെ 4 എണ്ണമാണല്ലോ മുകളിൽ പ്രതിപാദിച്ചത് എന്ന് തോന്നി. അങ്ങനെയെങ്കിൽ വിട്ടുപോയ ആകാശം എവിടെ? ഈ 4 സെക്ഷനിലും കയ്യൊപ്പ് പതിഞ്ഞപ്പോൾ 5ാമത്തെ ആകാശത്തിൻ്റെ പ്രൊജക്റ്റിൽ എന്ന് എപ്പോൾ സാധിക്കുമെന്ന് മനസ്സിലാഗ്രഹിച്ചിരുന്നു. ഒരിക്കലെപ്പോഴോ ഗുരുവായൂരമ്പലത്തിൽ വൈകി തൊഴാനെത്തി. പുറത്തേക്ക് കടക്കുവാനായിട്ട് അമ്പലത്തിലെ ജീവനക്കാർ തിരക്ക് കൂട്ടുന്നതിനിടയിൽ തുലാഭാരം കൗണ്ടറിന് മുന്നിലുള്ള ഭണ്ഡാരത്തിന്റെ മുകളിൽ വെച്ചിരുന്ന കുറച്ച് കടലാസുകൾ ശ്രദ്ധിച്ചത്. ശ്രീ ഗുരുവായൂരപ്പന്റെ ഒരു സിനിമ ഉടനെ ചിത്രീകരിക്കുന്നതിന് പൂജാ മന്ത്രവിധികൾ അറിയുന്ന ഒരാളെ ഉടൻ ആവശ്യമുണ്ട്. താല്പര്യക്കാർ ഉടനെ അറിയിക്കുക എന്നാണതിൽ എഴുതിയിരുന്നത്. ക്ഷേത്ര ജീവനക്കാർ തിരക്ക് പിടിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കുന്നതിനിടയിൽ എൻ്റെതായ ഒരു കുറിപ്പ് ധൃതിയിൽ ഞാനും എഴുതി വെച്ചു. പൂജാവിധികളോ മന്ത്രങ്ങളോ അറിയാത്ത ഞാൻ പതിവായി ഗായത്രി മന്ത്രം ജപിച്ചു മാത്രം വെള്ളത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും മറ്റു ഭഗവാന്മാരുടെയും ചെറിയ കയ്യിലൊതുങ്ങുന്ന ബിംബങ്ങളെ കുളിപ്പിച്ച് ചന്ദനവും കുറിതൊടുവിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. തലയിൽ കുടുമ വെച്ച് തറ്റെടുത്ത പലവിധ വേഷധാരികളായവർ യൂണിറ്റിൻ്റെ ഭാഗമായി. ക്യാമറ, ഷെയ്ഡ് മുതലായ ചിത്രീകരണ സാമഗ്രികളുമായി 4 അമ്പലത്തിലേക്ക് കയറുന്നു. ഭഗവാനെ, ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഷൂട്ടിംഗ്, ഇതെന്ത് കഥ എന്ന് ആലോചിച്ച് കിഴക്കേ ഗോപുരം വഴി പുറത്തു കടന്നു. തോളിലെ ഷർട്ട് ഇടുന്നതിനിടയിലാണ് എൻ്റെ പേര് വിളിച്ച് അനൗൺസ്മെന്റ് വരുന്നത്. അമ്പലത്തിനകത്ത് കൊടിമരത്തിന് അടുത്തെത്തണം. എനിക്കിന്നും എന്നെ തന്നെ വിശ്വസിക്കാനാവാത്ത അവസ്ഥ. ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു, അതും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ. കഥ എന്തെന്നോ സീൻ എന്തെന്നോ ഷോട്ട് എന്തെന്നോ ആരൊക്കെയാണ് മറ്റു നടീനടന്മാർ, കഥാപാത്രങ്ങൾ ഒന്നും മനസ്സിലാവാതെ ഞാൻ വീണ്ടും ഷർട്ടൂരി തിരിച്ച് അമ്പലത്തിനകത്ത് കൊടിമരത്തിനടുത്തെത്തി. മഞ്ഞ വസ്ത്രം തട്ടെടുത്ത് നെറ്റിയിൽ കളഭവും കുങ്കുമക്കുറിയും ചാർത്തി മന്ദഹാസത്തോടെ വന്ന ഒരു വ്യക്തി എൻ്റെ പരിഭ്രമം കൊണ്ട് തോളത്ത് തട്ടി ഒരു ചെറിയ സീൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. വേഗമാവാം, വൈകിട്ട് നട തുറക്കുന്നതിന് മുമ്പ് തീർക്കണം, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് 4 അമ്പലത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് സീൻ വിവരിച്ചു തന്നു. ഭഗവാൻ നേരിട്ട് അനുഗ്രഹിച്ച് സമ്മതിച്ചതിനാൽ ശ്രീകോവിലിനകത്താണ് ചിത്രീകരണം. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സ്വയം മുന്നോട്ട് മാറിയിരിക്കുന്നുണ്ട്. ഭഗവാനെ ഒന്ന് അഭിഷേകം നടത്തി ഒന്ന് പൂജിക്കുന്നതാണ് രംഗം. ചുറ്റുമുള്ള പ്രവർത്തകരും മറ്റു കാഴ്ചക്കാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പരിഭ്രമം കാണുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചായിരിക്കുമല്ലോ അവർ ചിന്തിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു. ഞാൻ ആകെ തളരുന്നത് പോലെ മനസ്സും ശരീരവും ഒരുപോലെ തളരുന്നു. ഈ ജന്മം കൊണ്ട് ശ്രീകോവിലിനകത്തേക്ക് കയറുവാൻ യോഗ്യതയില്ലാത്ത എനിക്ക് ഇങ്ങനെയൊരു വിധിയോ? അരുതാത്തത് ചെയ്യരുതല്ലോ. ഞാൻ എന്നെ നിർദ്ദേശിച്ച വ്യക്തിയോട് ക്ഷമാപണത്തോടെ വിട ചോദിച്ചു. അദ്ദേഹം എനിക്ക് തന്ന മറുപടി എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചതും ഈ നിർദ്ദേശങ്ങൾ തന്നതും ഞങ്ങളുടെ താല്പര്യമല്ല, ഞങ്ങളൊരു കാരണം മാത്രമാണ്. പൂജാവിധികൾ ഒന്നും അറിയാതെ ഞാനത് ചെയ്യില്ല. പൂജകൾ അറിയുന്ന എൻ്റെ അച്ഛൻ അത് ചെയ്തോട്ടെ, ഞാൻ തൊഴുത് നിൽക്കുന്നതായിട്ട് മാറ്റിത്തരണം.
ശ്രീകോവിലിനകത്തേക്ക് നോക്കി ഭഗവാനോടായി ഞാൻ പ്രാർത്ഥിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലെ മന്ദഹാസം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഭഗവാന്റെ സമ്മതത്തിലാവാം, എല്ലാവർക്കും സമ്മതമായതുകൊണ്ട് ശ്രീകോവിലേക്ക് കയറിക്കൊള്ളൂ, അച്ഛനെ ഞങ്ങൾ ഇവിടെയും എത്തിച്ചുകൊള്ളാം. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ അതിൻ്റെ സന്തോഷത്താൽ ഞാൻ വടക്കേ വാതിലിലൂടെ ചെന്ന് രുദ്രതീർത്ഥത്തിൽ ഒന്ന് മുങ്ങി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകോവിലിനകത്തുകൂടി പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. ഏറെ നിർബന്ധിതനായ ഞാൻ ശ്രീകോവിലിനകത്തെ ചുമരുചാരി 2-3 അടി വെച്ചപ്പോഴേക്കും താഴെയുള്ള മനോഹരമായ പടവുകൾ, ചെറുചൂടുള്ള പാലിൻ്റെ നറുമണവുമായി ഒരു പാലാഴി തന്നെ. പടവുകളിൽ ചെറിയ ഓളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും കുടുമ വെച്ച പലരും കുളിക്കുന്നു. പലരും കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനവും തേവാരവും ചെയ്യുന്നു. ആരോ എന്നോടായി പറയുന്നുണ്ടായിരുന്നു, മടിക്കണ്ട, അളകനന്ദയാണ്, ഭഗവാന്റെ തൃപ്പാദങ്ങൾ വരെ കഴുകാനായി ശ്രീകോവിലേക്ക് എത്തും. ഞാൻ അത്ഭുതപ്പെട്ടു. അതൊരു സത്യമാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. മറ്റൊരിക്കൽ ഞാനത് വിവരിക്കാം. മനസ്സില്ലാ മനസ്സോടെ ആ പാലാഴിയിൽ ഞാനും ഒന്ന് മുങ്ങിത്തോർത്തി. നേരെ ഭഗവാന്റെ മുമ്പിലെത്തി കൈകൂപ്പുമ്പോൾ അച്ഛനർപ്പിച്ച തുളസിയും താമര ഇതളുകളും ചേർത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനത് നിറഞ്ഞ മനസ്സോടെ കൈകൂപ്പി തൊഴുതു നിന്നു. ഇത്രയും സ്വപ്നത്തിൽ അഭിനയിച്ച എനിക്ക് ഒരുപക്ഷെ ഒരു നിമിത്തം ആവാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ആകാശവും ചന്ദ്രനും ചേർന്ന പ്രൊജക്റ്റിൽ ഒരു കയ്യൊപ്പ്. പിന്നീടൊരിക്കൽ അഭിനയിക്കാൻ ഓൾ ലൈറ്റ്സ്, സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ നിർദ്ദേശങ്ങൾ തന്നത് പ്രശസ്തനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹത്തിൻ്റെ ചന്ദ്രയാൻ എന്ന ഭാരതത്തിൻ്റെ ഹിസ്റ്റോറിക് തീം ആയ മൂൺ മിഷനെ കുറിച്ച്. ഇതിലെ ISRO ശാസ്ത്രജ്ഞൻ ഡോക്ടർ MC ദത്തൻ എന്ന കഥാപാത്രം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയിരുന്നത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയായിരുന്നില്ലേ. സാറിൻ്റെ അനുഭവം ഇതിനു മുമ്പേ നമ്മുടെ ചാനലിലുണ്ടായിരുന്നു. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായി. സ്വപ്നത്തിലൂടെ വന്നിട്ട് അതേ രീതിയിൽ വേറെ ഒരു ഷോട്ടിൽ അത് പ്രശസ്തനായ നമ്മുടെ ലോകസഞ്ചാരിയുടെ ആക്ഷനിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ 2 സീനുകളാണ് നമ്മളിവിടെ കൊടുത്തത്. എന്ത് തന്നെയായാലും ഭഗവാന്റെ സ്വപ്നത്തിലൂടെയാണെങ്കിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മനോഹരമായുള്ള അനുഭവമായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരിലേക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.